എത്രാമത്തെ വർഷത്തെ പൊങ്കാലയായിരുന്നു? എണ്ണ എനിക്കറിയില്ല. ഞാൻ കുറെ വർഷമായിട്ട് ഇടുന്നുണ്ട് പൊങ്കാല. തിരുവനന്തപുരംകാരിയാണോ? ഇല്ല, ഞാൻ കോട്ടയാണ്, പക്ഷെ തിരുവനന്തപുരത്ത് ഒരു 10 വർഷം താമസിച്ചത്. അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കൊക്കെ പൂർത്തിയായോ? എല്ലാം ഏകദേശം പൂർത്തിയായി. ചേച്ചി പുതിയ വർക്ക് ഏതൊക്കെയാണ്? പുതിയതിപ്പോ ഇനി 4 മൂവി ഉണ്ട് റിലീസിന്. നന്നായിട്ടിരിക്കുന്നു. ശരി. ചേച്ചി എന്താ ഇന്ന് പ്രസാദം എന്താണ് സ്പെഷ്യലായിട്ട്? പായസം, പൊങ്കാല പായസം തന്നെ. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആറ്റുകാലമ്മ സാധിച്ചു തരാറുണ്ട്, അതുകൊണ്ടാണ് ഓരോ വർഷം വരുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അതെ, ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ടാണ് ഓരോ വട്ടം ആൾക്കാർ കൂടിക്കൂടി വരുന്നത്. ഇത്തവണ എല്ലാ വർഷത്തേക്കാളും തിരക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നമ്മളിങ്ങനെ തലേദിവസം വരുന്നുണ്ട് കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതോ? ഇന്നലെ തൊഴുതു. ശരി, താങ്ക് യു. ചേച്ചി പൊങ്കാല ഒരുക്കൊക്കെ പൂർത്തിയായോ? ഓ, പൂർത്തിയായി. ഇതിപ്പോ എത്രാമത്തെ വർഷമാണ് പൊങ്കാല? വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഒരു 10 വർഷത്തിൽ കൂടുതലായി കാണും. തുടർച്ചയായിട്ട് പൊങ്കാല ഇടുന്ന ആളാണോ? പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷം പൊങ്കാല ഇടണമെന്ന് വിചാരിക്കും. ഇപ്പൊ കുറച്ചടുപ്പിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥന ഓരോ ആഗ്രഹമായിട്ടാണോ പൊങ്കാല ഇടാൻ വരാറ്? പ്രാർത്ഥന തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന കാണുമല്ലോ നമുക്ക്. പിന്നെ എല്ലാ പ്രാവശ്യം എടുത്ത പോലെ ആദ്യത്തെ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ എല്ലാ വർഷം പൊങ്കാല ഇടാൻ പറ്റണേ. ഇപ്പൊ വർഷം പൊങ്കാല ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞാലും അടുത്ത വർഷം പൊങ്കാല ഇടാൻ പറ്റണേ, ദേവി സാധിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അതെന്തായാലും ഉണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട്? തീർച്ചയായിട്ടും. അടുത്ത വർഷം വന്ന് പൊങ്കാല ഇടണം തന്നെയാണ് പ്രാർത്ഥന. ഓ, പിന്നെ തീർച്ചയായിട്ടും അടുത്ത വർഷം പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. മാത്രമല്ല ഇത്രയും അടുത്ത്, ദേവിയുടെ ഇത്രയും അടുത്ത് നിന്നിട്ടൊരു പൊങ്കാല ഇടാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഞങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നത്. എത്ര പേരെ വെയിൽ കൊണ്ടിട്ട് പുറത്തൊക്കെ നിന്നിട്ട്, വെയിൽ നമ്മൾക്കും ഉണ്ട്, എന്നാലും കുറച്ചും കൂടി നമുക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ. പുതിയ വർക്ക് ഏതൊക്കെയാണ്? പുതിയതിപ്പോ സി കേരളത്തിൽ മാനത്തെ കൊട്ടാരം അരോമ മൂവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പം പൊങ്കാല ആശംസകൾ. താങ്ക് യു.